ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഒരു ഇൻറ്റൻഷൻ എന്താണ്, അവരുടെ ഒരു പ്ലാൻ എന്താണ് എന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ഒരു ഇൻറ്റൻഷൻ, നിങ്ങളുടെ പേഴ്സണൽ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഓൾറെഡി നിങ്ങളുടെ വ്യക്തി പലതവണ ആ ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിരുന്ന ഒരു സമയത്തും കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ആ ഒരു ബന്ധത്തിൽ നിലകൊള്ളാൻ നിങ്ങളുടെ പേഴ്സണ് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. ഒരുപക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് തീർത്തും ഒരു നോ കോണ്ടാക്റ്റിൽ പോയ ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും ഇവർ അത്രയും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെ മുന്നോട്ട് പോയിരുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും ഈ ഒരു പേഴ്സൺ അതിനകത്ത് പലപ്പോഴായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ പ്രഷർ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഒരു ബ്ലാക്ക് മെയിലിങ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അതിനകത്ത് കൂടുതലും ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ തീരെ ഇതിനകത്തൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയേറെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 100% ആയിട്ട് കൊടുത്തു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പലപ്പോഴും ചിലപ്പോൾ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും കാര്യങ്ങളിലുള്ള ഒരു ആർഗ്യുമെന്റ്സ്, വാക്കുതർക്കങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അത് വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പിലും ഒരു വ്യക്തി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെ അതിനകത്ത് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ഇഷ്ടക്കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ഒരു സംയമനം പാലിക്കുന്ന വ്യക്തികളാണ്. ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ. ഭയങ്കരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയും കാര്യങ്ങളും ഇതിനകത്ത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഒരു 100% സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവര് നിൽക്കുന്നത്. അതിപ്പോ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലല്ല ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് പോരുന്നത്. ഈ ഒരു എനർജി നമ്മളിവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജി നോക്കുമ്പോൾ പോലും അവിടെ നമുക്ക് നിങ്ങളുടെയും പ്രസൻസ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം അവരവിടെ ഇരിക്കുമ്പോൾ ആ ഒരു പേഴ്സന്റെ പാസ്റ്റിനെ കുറിച്ച് ചിന്തകളാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ ഈ ഒരു 4 ഓഫ് കപ്സിന്റെ എനർജി, അതുപോലെ ഒരു 6 ഓഫ് കപ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേസിൽ എവിടെയാണോ ഉള്ളത്, പക്ഷെ ഉള്ള സ്ഥലത്ത് ആ ഒരു ആളുടെ ഫിസിക്കൽ ബോഡി ആയിരിക്കാം ഉണ്ടാവുക, അല്ലെന്നുണ്ടെങ്കിൽ മനസ്സവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ കൂടുതലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളിൽ ഇരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഫാമിലി ഉള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു വ്യക്തിയെ തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒക്കെ പേഴ്സൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഒരു ഫെയിലിയർ ആയിട്ടുണ്ടാവാം. ഇവരുടെ ഒരു അവിടെ ഇവരുടെ ഒരു കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടുണ്ടാകണമെന്നില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആകാതിരിക്കുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ വീണ്ടും തേർഡ് പാർട്ടി ആയിട്ട് തന്നെ മുൻകൈ എടുത്ത് ഇതിനകത്ത് വീണ്ടും അവരുടെ ആ ഒരു രണ്ടുപേരുടെയും എനർജി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. വീണ്ടും നമുക്ക് പലപ്പോഴായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവരുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്ന ഒരു ബന്ധമായിരിക്കും. അതായത് ചില സമയത്ത് നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു ഫുൾ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് തേർഡ് പാർട്ടിയുടെ അടുത്ത് നിൽക്കുന്നു, ചില സമയത്ത് ഒട്ടും എനർജി ഇടാതെ വളരെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ താല്പര്യമില്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയും മാറി മറിഞ്ഞ ആ ഒരു റൊട്ടേഷൻ, ചിലപ്പോൾ ആ ഒരു റൊട്ടേഷൻ പാറ്റേൺ അവിടെ സംഭവിക്കുന്നുണ്ടാവും.
അപ്പോഴൊക്കെ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം ഇവരെ ഇതിനകത്ത് കംപ്ലീറ്റ്ലി നിന്ന് പോകാനായിട്ട് മുൻകൈ എടുത്തിട്ടുണ്ടാവുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചാടിക്കയറി ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ തോന്നുന്നില്ല. കാരണം ഇവിടെ ഈ ഒരു പേഴ്സന്റെ മനസ്സെന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് എനർജിയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരിപ്പോൾ ഉള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ലാതെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്ത് മുൻകൈ എടുത്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് തന്നെ അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അതിനകത്ത് വീണ്ടും ഇൻവോൾവ് ആകുന്നു എന്നുള്ളൊരു പാറ്റേൺ നമുക്ക് കാണാം. എങ്കിലും ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇതിനകത്ത് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ അതും ഈ ഒരു പേഴ്സണ് നടക്കുന്നുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയോടും ഒരുപാട് ഡിഫെൻസീവായിട്ട് നിന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൂടുതൽ വ്യക്തികൾക്കും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങളും കൂടി ഇല്ലാതെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ നിൽക്കുന്നത് ആരാണെന്നുണ്ടെങ്കിലും, ഈവൻ അവരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഇല്ലാതെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ പല രീതിയിലുള്ള ഹാപ്പിനെസ്സും കാര്യങ്ങളും ഓഫേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞാലും അവർ ഇതെല്ലാം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരുമിച്ച് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പേഴ്സൺ ഇല്ലാതെ അവരുടെ ലൈഫിൽ വേറെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. അവർ ആ ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവില്ല. കാരണം സന്തോഷം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ കൂടി കയ്യിലിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന വ്യക്തിയും കൂടി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ലൈഫിൽ കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സൈക്കിളിൽ ആ ഒരു പേഴ്സണും കൂടി വേണം എങ്കിലും ഞാനൊരു ഫുൾ ഹാപ്പി ആവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുന്നത്. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് പോകാൻ കഴിയാത്തതിന്റെ ഒരു റീസണും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം അവർക്ക് ഒരുപാട് ഒരു നഷ്ടബോധം, വിഷമവും കാര്യങ്ങളൊക്കെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരൊന്ന് സ്റ്റേബിൾ ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കാം. ഒരു പക്ഷേ തേർഡ് പാർട്ടി എനർജി കൂടി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ ഉള്ളൊരു ഫാമിലി ഒക്കെയാണ് തേർഡ് പാർട്ടി എങ്കിൽ അവരുടെ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് എടുത്തു ചാടി ഒന്നും ചെയ്യാതെ വളരെ ആലോചിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പേഴ്സണെ നോക്കുകയാണെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇത് ഒന്ന് എൻഡ് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരുടെ ഒരു ഈ ഒരു അവസാനിപ്പിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും അത് ഈ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തു ചാടി ഒന്നും ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് സാവകാശം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കിടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു പാറ്റേൺ തുടരുമ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഇപ്പോഴായിരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എനിക്ക് കംപ്ലീറ്റ്ലി ഉറച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മനസ്സ് മുഴുവൻ അവിടെ കൊടുത്ത് സന്തോഷത്തോടു കൂടി പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. അവർ ചിലപ്പോൾ ഈ ഒരു കാലപ്പഴക്കം കൊണ്ടായിരിക്കാം ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. നിങ്ങൾ തമ്മിൽ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലേക്കോ സെപ്പറേഷനിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജിയോടൊപ്പം ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോഴൊക്കെ അത് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും അവർക്ക് ഈ ഒരു വ്യക്തി കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ തുടർന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അവനവന്റെ തന്നെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിക്ക് കൈമോശം വരും എന്നുള്ളൊരു ചിന്താഗതി വരെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ് ലൈഫിൽ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സന്റെ ഇന്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് പുറത്തു കിടക്കണം, അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യണം എന്ന് മനസ്സിൽ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനായിട്ട് ഒരു സമയം, സാവകാശം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒന്ന് പേഷ്യൻസ് ആയിട്ട് വളരെ തന്ത്രത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്.
അപ്പോൾ ആ ഒരു എനർജീസ് ആണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെയും ഒരു തേർഡ് പാർട്ടിയും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രമിച്ചെങ്കിൽ അതിനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളിൽ നിന്ന് മാറി ഈ തേർഡ് പാർട്ടിയെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലും അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് തേർഡ് പാർട്ടി എനർജി കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. അത്രയും നാളും ഈ ഒരു പേഴ്സൺ ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ സാവകാശം ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇന്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റഡി ആയിട്ട് അതിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല ഈ ഒരു പേഴ്സന്റെ ഒരു സ്റ്റെബിലിറ്റിയും അവര് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ഗ്രോത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു തലത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എന്താണ് ഇപ്പോ എന്നുള്ളത് കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ആ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് സന്തോഷത്തോടു കൂടി പോകാനായിട്ട് ആ പേഴ്സണ് കഴിയുന്നില്ല എന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവിടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിന്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങളോടുള്ള ഒരു എനർജി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരുടെ ഒരു സ്നേഹം അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷൻസ് കിടക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. ആ ഒരു ഡീപ് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി എനർജി സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ ആ പേഴ്സണായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു കണ്ടിന്യൂസ് ആയ സന്തോഷം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയേറെ ഒരു സ്നേഹം നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നാണ് നമുക്ക് കാണുന്നത്. അവരുടെ മനസ്സ് നിറയുന്ന ഒരു സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡീപ്പ് ലവ് ഫീലിങ്സ് ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. അപ്പൊ അവരുടെ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു കുടുംബമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നത്, അത്രയും കമ്മിറ്റ്മെന്റോടുകൂടി അവർ കാണുന്നത് നിങ്ങളെയാണ്. അപ്പൊ അത്രയേറെ ഒരു ഇമോഷൻസ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സണെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഇതിനകത്ത് കാണുന്നത് പോലെ തന്നെ അവരോട് അവരുടെ നെഞ്ചോട് ചേർത്ത് വെക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും സ്വന്തമായി പോകാനോ അവരിൽ നിന്ന് കൈമോശം വരാനോ ഒന്നും ആ ഒരു പേഴ്സൺ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവരുടെ എല്ലാ തരത്തിലുള്ള ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നതും സന്തോഷം എന്ന് പറയുന്നതും ഒക്കെ നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആണ്. എങ്കിലും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ചിലപ്പോൾ നല്ല സുഹൃത്തുക്കൾ കൂടിയായിരിക്കാം, കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളോടൊപ്പമാണ് ഈ ഒരു പേഴ്സൺ എന്ത് കാര്യം ചെയ്യാനും അവർ ഹാപ്പി ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങളോടൊപ്പമാണ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അന്യോന്യം ഷെയർ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളിപ്പോ ഒരു ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ പോകുന്നു എന്തിനു പോകുന്നു തൊട്ടെല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അത്രയേറെ നമ്മുടെ ലൈഫിൽ ഒരു അത്രയൊരു ഇമ്പോർട്ടൻസ്, മറ്റുള്ളതിനേക്കാൾ ഒരു ഇമ്പോർട്ടൻസ് തോന്നാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. കാരണം അത്രയേറെ ഒരു ആത്മബന്ധം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ ബന്ധങ്ങളുടെ കെട്ടുപാട് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിങ്ങോ കാര്യങ്ങളൊക്കെ കൊണ്ട് മറ്റൊരു സ്ഥലത്ത് അവർ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് നിൽക്കുന്നു എന്നല്ലാതെ ഈ ഒരു പേഴ്സന്റെ ഒരു മനസ്സ് ഇരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്താണ്. അവര് ചിന്തിക്കുന്നത് പോലെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അത് ഒഴിവാക്കി നിങ്ങളിലേക്ക് വരാനാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് എത്താനാണ് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ജസ്റ്റിസ്, ഒരു വിക്ടറി ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്താണ്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ആ ഒരു ഫുൾഫിൽമെന്റ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ്, നിങ്ങളുടെ സാമീപ്യമാണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ ഒരു പ്ലാനിങ്ങിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റിങ്ങിലാണ്. നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ തേർഡ് പാർട്ടിയുടെ കാര്യം നോക്കിയപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്താണെന്നുണ്ടെങ്കിൽ അത് എൻഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ എൻഡ് ആക്കണം എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോരാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം വളരെ പ്ലാൻ ചെയ്ത് കുറച്ചൊരു പേഷ്യൻസ് ആയിട്ട് അതിൽ നിന്ന് സാവകാശം നമുക്ക് ഇലയ്ക്ക് മുഴുവനും കേടില്ല എന്ന് പറയുന്ന രീതിയിൽ അതിൽ നിന്ന് പോരാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു. പക്ഷെ അപ്പോഴത്തെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം അവരുടെ ഒരു ഇമോഷൻസ് മുഴുവൻ തന്നിരിക്കുന്നത് നിങ്ങൾക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്ന സ്നേഹം മറ്റാർക്കും ആ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല.
അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയേറെ ഒരു സ്നേഹത്തോടെ കണ്ട ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇത് വളരണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സന്റെ മനസ്സ് മുഴുവൻ നിങ്ങളാണ്, അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അപ്പൊ നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും ആ ഒരു പേഴ്സൺ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവര് ഇവിടെ നമ്മൾ കാണുന്ന പോലെ ആകെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പേഴ്സണ് സന്തോഷം, എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ തോന്നുന്നത്, അത്തരത്തിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായും പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ്. എന്നാൽ പുറത്ത് കടക്കണമെന്ന് മനസ്സിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ കൂടുതൽ പേർക്കും ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത്രയേറെ വളരെ ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് ഇടയ്ക്കെങ്കിലും ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന നല്ല രീതിയിൽ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാകാം. അപ്പൊ നിങ്ങൾ തമ്മിൽ വളരെ കോണ്ടാക്ട് ആയിട്ട് ഒരു ജെല്ലായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലല്ല, ഈ പറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണോ, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇട്ടിരിക്കുന്നത് മെയ് മന്ത് ആണ്. സെക്കൻഡ് ക്ലൂ 2 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ്. സെൽഫ് എംപ്ലോയ്. ഓക്കെ. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസിൽ. നമ്പർ 33 പാലക്കാട് ജില്ല. നമ്പർ 47 സെൻസ് ഓഫ് ഹ്യൂമർ. ഓക്കെ. ക്രേസ് ഓൺ വെഹിക്കിൾസ്. ഡ്രൈവർ. നമ്പർ 29 ടാറ്റു ഓൺ നെക്ക്, കഴുത്തിലൊക്കെ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസിൽ. നമ്പർ 1 1992 1988. നമ്പർ 12 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണത്. നമ്പർ 25 ഗവൺമെന്റ് സർവീസ്. നമ്പർ 25 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ചോക്ലേറ്റ് ലവർ. നമ്പർ 52 നമ്പർ 40 റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. റൈഡിങ്. ഓക്കെ. അതുപോലെ കെയറിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.